കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരമാണ് ബിജെപിക്ക് വോട്ട് നൽകിയതെന്ന് പുൽപ്പള്ളി പഞ്ചായത്തിലെ യുഡിഎഫ് അംഗം എം ജി കരുണാകരൻ. ബിജെപിയുമായി അലയൻസ് ഉണ്ടെന്ന് യുഡിഎഫ് നേതാക്കൾ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു പറഞ്ഞിരുന്നു. മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ ബിജെപിയുമായി അലയൻസ് ഉണ്ടെന്ന് പറഞ്ഞതായും കരുണാകരന്റെ വെളിപ്പെടുത്തൽ. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ബി.ജെ.പിക്കാർ അടക്കം നമ്മൾ ഇപ്രാവശ്യം ഈ പറയുന്ന 3 അംഗങ്ങളെ തിരഞ്ഞെടുപ്പിക്കുന്നത്. അത് രാവിലെ തന്നെ പാർലമെൻറ്റ് പാർട്ടി ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് പാർട്ടി ഓർത്ത് വെച്ച് നമ്മുടെ ആൾക്കാർ, മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ അങ്ങനെ ബി.ജെ.പി ആയിട്ട് അലയൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് പറയുക അടിസ്ഥാനത്തിൽ നമ്മൾ വോട്ട് ചെയ്തു. ഏതൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നത്? ഇന്ന് നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്മളെ ബി.ജെ.പിയുടെ പ്രതിനിധി തിരഞ്ഞെടുക്കുകയും മറ്റേ വികസനകാര്യത്തിൽ കോൺഗ്രസിൻ്റെ സഹായം തിരഞ്ഞെടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ അംഗത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണല്ലേ? പാർട്ടി നിർദ്ദേശം. പി വി ജോഷില വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ജോഷില, സമാനമായ സഖ്യങ്ങൾ മുൻപ് പലയിടത്തും വിവാദമായപ്പോൾ പ്രാദേശിക തലത്തിൽ മാത്രം ചിലരെടുത്ത തീരുമാനം എന്നുള്ളതായിരുന്നു നേതൃത്വത്തിന്റെ വിശദീകരണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതാ കോൺഗ്രസ് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ നിലയിൽ നിർദ്ദേശം നൽകി. അലയൻസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നിലയിലൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ബി.ജെ.പിയുമായി സഖ്യം ചേരാൻ എന്നതാണോ ഈ നേതാവ് ഇപ്പോൾ കരുണാകരൻ പറയുന്നത്? അസിത, കോൺഗ്രസ് ബി.ജെ.പി ബാന്ധവം തെളിയിക്കുന്നതാണ് ഈ യു.ഡി.എഫിന്റെ പഞ്ചായത്ത് അംഗത്തിന്റെ വെളിപ്പെടുത്തൽ. യു.ഡി.എഫിന്റെ പഞ്ചായത്ത് അംഗം മാത്രമല്ല അദ്ദേഹം, എം ടി കരുണാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. അതുപോലെ തന്നെ ആദിവാസി ജില്ലാ കമ്മിറ്റി അംഗം, ആദിവാസി സംഘടനയുടെ ജില്ലാ കമ്മിറ്റി, കോൺഗ്രസ് സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അത്തരത്തിൽ വലിയ പദവികൾ, നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, പുൽപ്പള്ളിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തു. ഇതിൽ മണ്ഡലം പ്രസിഡന്റാണ് ബി.ജെ.പിയുമായി അലയൻസ് ഉണ്ട്, സഖ്യമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബി.ജെ.പിക്ക് അടക്കം വോട്ട് ചെയ്യണം, ബി.ജെ.പി ഞങ്ങൾക്കും വോട്ട് ചെയ്യും, അതുകൊണ്ട് അത്തരത്തിലായിരിക്കണം മുന്നോട്ട് പോകുന്നത്. അതായത് ഇടതുപക്ഷത്തിനെതിരെ ജയിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ബാന്ധവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന അംഗമാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, പുൽപ്പള്ളി പഞ്ചായത്തിൽ 9 LDF, 8 UDF, അതുപോലെ തന്നെ 4 ബി.ജെ.പി അല്ലെങ്കിൽ NDA എന്നുള്ള രീതിയിലാണ് കക്ഷിനില. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം തന്നെ ഇടതുമുന്നണി ആണ്. പുൽപ്പള്ളി പഞ്ചായത്ത് പിടിച്ചെടുത്തതാണ് ഇടതുമുന്നണി. എന്നാൽ ഇടതുമുന്നണിയെ അവിടെ ഭരിക്കാൻ വിടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ, അതായത് ഇടതുമുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ KL പൗലോസ് അടക്കമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അട്ടിമറി നടത്തിയത് എന്നാണ് CPIM നേതാക്കളുടെ ആരോപണം. അത് വൈകുന്നേരം വരെ ആരോപണം മാത്രമായിരുന്നു. എന്നാൽ ആരോപണമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എം ടി കരുണാകരൻ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു, പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് അടക്കം വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അസിത, പി വി ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്.